അസൂയും കുശുമ്പും കൊണ്ടാണ് ഞാൻ വേറെ ആരെങ്കിലും കുറ്റം പറയണ പോലെ തോന്നുന്നത്. എൻ്റെ അധ്വാനമാണോ, ഞാൻ അത്രയും കഷ്ടപ്പെട്ട് ഞാൻ പ്രയാസപ്പെട്ടിട്ടാണ് ഈ ലോൺ അടച്ചിട്ടുള്ളത്. അപ്പോഴേക്കും ഞാൻ അടച്ച ആ ഒരു പോസിറ്റീവ് വശം കാണാതെ അപ്പോൾ കുറേയാണ് എഴുന്നുള്ളൂ ഇങ്ങോട്ട്, അവൾ കുറ്റം പറയണേ എന്ന് പറഞ്ഞിട്ട്. നാളെ നിങ്ങൾക്കൊന്നും എന്തിനാണ് ഇത്ര ഇമോഷണൽ ആവേണ്ടതെന്ന് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവണില്ല. യൂട്യൂബിൽ തന്നെ ഒരുപാട് ഫേക്ക് ഐഡീസ് ഉണ്ടാവും. ഇനിയിപ്പോൾ ഫേക്ക് ഐഡി അല്ലാന്ന് കൂട്ടിക്കോളി. ആൾക്കാർ വന്നിട്ട് പലതും പറയും. നിങ്ങളതിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താ പറയുക, ഷിലുവിന് നെഗറ്റീവ് കമൻറ്റ്സ് താങ്ങാനുള്ളൊരു ശേഷിയില്ല. എന്തെങ്കിലും ആൾക്കാർ നെഗറ്റീവ് പറയുമ്പോഴത്തേനും അത് ഫീൽ ആവേണ്ട ഒരു ടൈപ്പ് ക്യാരക്ടറാണ് നിങ്ങളത്. ശരിക്കും പറഞ്ഞാൽ യൂട്യൂബിൽ അങ്ങനത്തെ ക്യാരക്ടർ കൊണ്ട് നമുക്ക് നിലനിൽപ്പില്ല. കാരണം നെഗറ്റീവ് കൂടുതൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇന്ന് തേനെ പൊന്നെ മുത്തേ എന്നൊക്കെ പറയേണ്ട ആൾക്കാർ ഈ ഏതാടി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്തേ കാര്യം നിങ്ങളെ അവസ്ഥ? നിങ്ങൾ ആലോചിച്ച് നോക്കുക. എല്ലാ കാലത്തും ആൾക്കാർ സപ്പോർട്ടായിട്ട് നിന്നോളന്നില്ല. ചിലപ്പോൾ ഇന്ന് നിങ്ങളപ്പോൾ ഉള്ള ആൾക്കാർ നാളെ നിങ്ങളപ്പോൾ ഉണ്ടാവില്ല. ചിലപ്പോൾ പുതിയ ആൾക്കാർ വേറെ ഏതെങ്കിലും കണ്ടൻറ്റായിട്ട് വന്നു കഴിഞ്ഞാൽ അവരെ പിന്നാലെ പോകും. അത്രേ ശാശ്വതമാണ് യൂട്യൂബ്. ഉള്ള കാലം നല്ല രീതിയിൽ നിൽക്കുക, നല്ലോണം ഏണിങ്സ് എടുക്കുക. പക്ഷെ ഇതൊക്കെ ഒരു പെണ്ണിൻ്റെ തലയിലേക്ക് വരുമ്പോൾ അവൾ അതൊക്കെ ഒരു ആണിൻ്റെയും പെണ്ണിൻ്റെയും റോൾ ഒരേപോലെ ഏറ്റെടുത്ത് നടത്തുമ്പോഴുള്ള ബുദ്ധിമുട്ടുണ്ടല്ലോ. ഞാൻ അന്തസ്സായിട്ട് ഇപ്പോഴും പണിയെടുത്ത് തന്നെയാണ് ജീവിക്കുന്നത്. ഇപ്പോഴും ഞാൻ ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് പ്രയാസപ്പെടുന്നുണ്ട്, അതിൻ്റെ പേരിൽ ഒരുപാട് കേൾക്കുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്ക് നിങ്ങളുടെ എന്തെങ്കിലും കിട്ടാനൊന്നും പോകണില്ല. ഷിലോ ഇത്രയ്ക്ക് ഇമോഷണൽ ആവുന്നുണ്ട്. സത്യത്തിൽ അവളൊരു പാവാണ്. പക്ഷെ എന്താ പറയുക, നെഗറ്റീവ് കമൻറ്റ്സ് താങ്ങാനുള്ള ശേഷിയില്ല. ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് യൂട്യൂബിൽ നിലനിൽപ്പില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. യൂട്യൂബിൽ പല കോലത്തിലുള്ള ആൾക്കാർ വരും. പ്രത്യേകിച്ച് നമ്മളെ ഫാമിലി കാര്യങ്ങളൊക്കെ പരസ്യമാക്കുമ്പോൾ അത് നെഗറ്റീവ് പറയാൻ വേണ്ടി മാത്രം വരുന്ന ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ പച്ചത്തെറിയക്കാരൻ വിളിച്ചു പറയാം. അപ്പോൾ നമ്മളൊരു സ്ഥാപനം നടത്തുമ്പോൾ നമ്മളതൊക്കെ കേട്ടിക്കുക, അല്ലെങ്കിൽ കാണാത്ത മാതിരിക്ക് അവിടുന്ന് പോവുക. അല്ലാതെ എല്ലാത്തിനും ഇങ്ങനെ റിപ്ലൈ കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ സത്യം പറയാം നമുക്കിതിൽ ശാശ്വതമല്ല യൂട്യൂബ്. ഉള്ള കാലം അടിപൊളിയായിട്ട് ഈ ഏണിങ്സ് എടുത്തിട്ട് സെറ്റപ്പായിട്ട് പോവാം. ചിലപ്പോൾ ഇന്ന് നിങ്ങളെ മുത്തേ ചക്കരെ പൊന്നെ തേനെന്നൊക്കെ വിളിക്കേണ്ട അതേ ആൾക്കാർ നാളെ ഈ പോയി പണി വെക്കുന്നൊക്കെ പറയും. കാരണം അത്രേ ശാശ്വതമുള്ളൂ. ചിലപ്പോൾ നാളെ വേറെ ആരെങ്കിലും പുതിയ കണ്ടൻറ്റുകളായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ സബ്സ്ക്രൈബേഴ്സ് ചിലപ്പോൾ ഓരോ പിന്നാലെ പോവും. അപ്പോൾ അത്രേ ശാശ്വതമുള്ള യൂട്യൂബ്. ഉള്ള കാലം അടിപൊളിയായിട്ട് നിൽക്കുക. ഈ കണ്ട കമൻസിലൊന്നും മറുപടി കൊടുക്കാൻ നിൽക്കണ്ട. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിലനിൽപ്പുണ്ടാവില്ല യൂട്യൂബിൽ. സിലുവിനോട് പറയാനുള്ളത്, ദയവായിട്ട് നിങ്ങളെ കുടുംബകാര്യങ്ങളും ഭർത്താവിൻ്റെ കാര്യങ്ങളൊന്നും യൂട്യൂബിൽ കൂടെ ചർച്ച ചെയ്യാതെക്കുക. കാരണം എന്താ പറയുക, ചില പെണ്ണുങ്ങളെന്ന് പറഞ്ഞാൽ എല്ലാവരും അല്ല കേട്ടോ, കുറച്ച് ആൾക്കാർ അവർക്ക് ഭയങ്കര കുയിന്തേകാരം. ഒരു പെണ്ണ് നല്ല രീതിയിൽ എത്തുക എന്ന് പറയുമ്പോൾ അവർക്ക് കുശുമ്പ് എന്ന് പറഞ്ഞ സാധനമില്ലേ, അതുണ്ടാവും. എല്ലാവരും അല്ല കേട്ടോ, ആദ്യമേ പറഞ്ഞുതരാം. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ വന്നുകൊണ്ട് കമൻറ്റ് ഇടും, സ്വാഭാവികമാണ്. അപ്പോൾ നിങ്ങളെന്താക്കുക, നിങ്ങളെ ഫാമിലി വ്ളോഗ്സ് അടിപൊളിയായിട്ട് സെറ്റാക്കുക. ഈ ഭർത്താവിൻ്റെ കുറ്റം പറച്ചും മറ്റുള്ള കാര്യങ്ങളൊക്കെ ദയവായിട്ട് ഒഴിവാക്കുക. നിങ്ങളറിയാം, അതുകൊണ്ടാണ് ഇത്രയും നല്ല രീതിയിൽ റിയാക്ട് ചെയ്യുന്നത്. നിങ്ങൾ ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടുനോക്കുക. ഈ ഒരു ചേട്ടൻ്റെ ഈ ഒറ്റൊരു പ്രാർത്ഥന മതി നിങ്ങൾക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അർജുൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 5 വയസ്സായ കുട്ടിയാണ്. ആ കുട്ടിക്ക് എണീറ്റ് ഇന്ന് ഇരിക്കാൻ പോലും പറ്റണില്ല. ഒന്ന് ഫുഡ് കഴിക്കാൻ കൂടി പറ്റാത്തൊരവസ്ഥയിൽ വയറിൽ പൈപ്പ് ഇട്ടിട്ടാണ് പ്രാഥമിക കാര്യങ്ങളും മറ്റുള്ള എല്ലാവരും ചെയ്തിരുന്നത്. അത്രയും കഷ്ടപ്പെട്ടിരിക്കുന്ന കുടുംബമാണ്. വരുമാന മാർഗ്ഗമില്ല, വീടാണെങ്കിൽ ജപ്തിയിൽ, ആകെ കടത്തിൽ മുങ്ങി നിൽക്കുന്ന സമയത്ത് പോലും 4 കൊല്ലം ഈ ഒരു 5 വയസ്സായിട്ടുള്ള രോഗിയായിട്ടുള്ള ഈ ഒരു ചെറിയ കുട്ടിനേറ്റ് കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഈ ഒരു കുടുംബം ഉണ്ടല്ലോ, ഈ ഒരു ചേട്ടൻ്റെ കുടുംബം ഷീലുവിനെ ബന്ധപ്പെടുകയാണ്. ഷീലോ, എനിക്കൊരു 1500 2000 കടം തരുമോ, ഒരു ദിവസത്തിന് ഞങ്ങൾ തരാതെ കടായിട്ട് ചോദിച്ച്. അങ്ങനെയാണ് ശരി ഈ ഒരു കുടുംബത്തിലേക്ക് എത്തിയിട്ട് പിന്നെ ചെയ്തു കൊടുത്ത കാര്യങ്ങൾ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടം തോന്നുക. കാരണം എന്താ പറയുക, പിന്നെ ഷിലു ചെയ്ത് ആ 5 വയസ്സുള്ള അർജുനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ചികിത്സയും കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാം റെഡിയാക്കി വീടിൻ്റെ ജപ്തി ക്ലോസ് ആക്കി ബാങ്ക് പോയിട്ട് ആ വീട് ഓരോ സ്വന്തം പേരിൽ എഴുതി കൊടുത്തു. മാത്രമല്ല ഷിലു അവിടെ നിന്ന് പോരേണ്ടത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർക്കൊരു വരുമാന മാർഗ്ഗമായിട്ട് ഒരു ഓട്ടോറിക്ഷയും കൂടി മേടിച്ചു കൊടുത്തിട്ടാണ് ഷിലു അവിടുന്ന് പോരുന്നത്. അങ്ങനെ അതിന് ശേഷം ചേട്ടൻ പ്രാർത്ഥിക്കുന്ന ഈ ഒരു പ്രാർത്ഥന ഉണ്ടല്ലോ, ഇത് മതി ഷിലു ജീവിതത്തിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. എന്തിനാണ് ഈ നെഗറ്റീവ് കമൻസിൻ്റെ പിന്നാലെ പോകുന്നത്? ഓരങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പലരും എൻ്റെ ഇറച്ചി നിന്നിട്ട് പലരും പൈസ ഉണ്ടാക്കും. അതൊന്നും മൈൻഡാക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ നാട്ടിലൊരു ഷോപ്പ് ഇടുമ്പോൾ പല പോലത്തെയുള്ള കസ്റ്റമേഴ്സ് അല്ലേ. കസ്റ്റമർ ഈസ് ദ കിങ്. കസ്റ്റമർ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ട് നിൽക്കുക. നമുക്കിപ്പോൾ ചിലപ്പോൾ തിരിച്ച് നല്ല പറയണ്ടാവും, പക്ഷെ അത് ക്ഷമിച്ച് നിൽക്കുക. കാരണം അതൊരു സ്ഥാപനമാണ്. അവിടെ കസ്റ്റമറാണ് രാജാവ്, യൂട്യൂബിൽ പ്രേക്ഷകരാണ് രാജാവ്. ഒരെന്ത് പറഞ്ഞാലും നെഗറ്റീവ് പറഞ്ഞാൽ കഴിഞ്ഞ് വീട്ടുകാരെ പറഞ്ഞാൽ തന്നെ ഒന്നും പറയാതെക്കാന്നാണ് നമ്മളെ പോളിസി. എന്നാലേ അവർ രക്ഷപ്പെടുള്ളൂ, എന്നാലേ വിജയം ഉണ്ടാവുള്ളൂ. ഇതുപോലുള്ള ചേട്ടന്മാരുടെയും ചേച്ചിമാരുടെയും ഉമ്മമാരുടെയും അമ്മമാരുടെയും പ്രാർത്ഥന എനിക്കില്ലേ.
ഈ ഒരുപാട് ചാറ്റിങ് സഹായം ചെയ്തിട്ടുണ്ട്, അത് നമുക്ക് അറിയേണ്ട കാര്യമാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ഓരോ ഇതിൽ നിന്ന് കിട്ടുന്ന ആ പ്രാർത്ഥന മാത്രം മതി, വേറെ ഒന്നും നോക്കണ്ട. വേറെ പലരും എന്തൊക്കെ പറഞ്ഞോട്ടെ, അതൊന്നും ഈ നോക്കേണ്ട ആവശ്യമില്ലാന്ന്. എന്തായാലും വിജയം എൻ്റെ ഒപ്പം അവസാനം ഉണ്ടാവും, വേറെ ഒന്നുമില്ല. ഓക്കെ എന്നാൽ.